എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. സാമ്പാർ ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ പല രീതിയിൽ നമുക്ക് സാമ്പാർ തയ്യാറാക്കാം. അപ്പോൾ ഞാൻ ഇതുവരെ തയ്യാറാക്കിയിരുന്നത് ഈ രീതിയിലല്ല, പക്ഷേ ഈ രീതിയിൽ തയ്യാറാക്കിയതിന് ശേഷം പിന്നെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇതെൻ്റെ അപ്പച്ചി പറഞ്ഞു തന്നൊരു റെസിപ്പിയാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല മണമുള്ളൊരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ സാമ്പാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തുമര വേണം. തുമര നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ മസൂർ ദാലാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് മഞ്ഞ കളറിലുള്ള തുമര അലർജിയാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ദാൽ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അതേ തുമര എടുക്കുക. ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1 കപ്പോളം തുമര എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കിഴങ്ങ്, ക്യാരറ്റ്, മുരിങ്ങയ്ക്ക, 3 പച്ചമുളക്, ഇത്രയാണ് ഞാനിവിടെ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ പച്ചക്കറി ഉണ്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ എല്ലാ പച്ചക്കറികളും ഒരേ സമയം കിട്ടിയെന്ന് വരില്ല, അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പം ഒരുപാട് വേവാൻ സമയം എടുക്കുന്നതൊക്കെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയ്ക്ക നിങ്ങൾക്ക് പൊടിഞ്ഞു പോകുന്ന ഡൗട്ടാണെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചേർത്താൽ മതി, സെപ്പറേറ്റ് പുഴുങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. വെള്ളം ഈ കഷ്ണങ്ങൾക്ക് മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കൂടാതെ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളത്തോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2.5 മുതൽ 3 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത് വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തത്. വെളിച്ചെണ്ണ ഇവിടെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് 1 വിസിൽ വേവിക്കണം. ഈ മസൂർ ദാൽ വേവാനായിട്ട് 1 വിസിൽ മതി. അപ്പോൾ നിങ്ങളുടെ തുമര വേവ് കൂടുതലാണെങ്കിൽ അതനുസരിച്ചിട്ട് വിസിലടുപ്പിക്കുക. ഇനി നമുക്ക് വേണ്ടത് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ്. ഈ പുളി കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട പച്ചക്കറികൾ തക്കാളി, സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി, വഴുതനങ്ങയ്ക്ക് പകരം വെണ്ടയ്ക്ക എടുക്കാവുന്നതാണ്. എനിക്ക് വെണ്ടയ്ക്ക ഇവിടെ കിട്ടിയില്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ വഴുതനങ്ങ എടുത്തു. അപ്പോൾ അതെല്ലാം കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ തുമരയും ബാക്കിയുള്ള പച്ചക്കറികളും വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് കുറുകിയിട്ടാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഉരുക്കിയത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം. ഈ ഒരു വഴറ്റൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. നിങ്ങൾക്ക് വെറും വെളിച്ചെണ്ണയിൽ പച്ചക്കറികൾ വഴറ്റിയെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ കടുക് പൊട്ടിച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ കടുകിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ജീരകം ഒരുപാട് കൂടരുത്, ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഈ ഒരു കടുക് താളിക്കൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അവസാനം ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുകയാണ്. അതായത് സവാളയും വഴുതനങ്ങയാണ് ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ കഷ്ണങ്ങളിലേക്ക് വേണ്ട ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിപ്പൊടി ചേർക്കുകയാണ്. മല്ലിപ്പൊടി ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് പച്ചമണം മാറി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നിങ്ങൾക്ക് 2 3 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ആവശ്യത്തിനുള്ള കായം. ഞാനിവിടെ കായത്തിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. കല്ലുകായമാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ തന്നെ കല്ലുകായം ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അവസാനം പൊടി ചേർക്കുക. അപ്പോൾ ഈ ഒരു പച്ചക്കറികളിൽ തന്നെ ഈ പൊടികൾ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമ്മുടെ സാമ്പാറിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ആ ഒരു ഇൻഗ്രീഡിയൻറ്റ് ശരിക്കും ഇതിന് വളരെ പ്രത്യേക ഒരു സ്വാദും
അതുപോലെ തന്നെ നല്ലൊരു ടെക്സ്ചറും നമ്മുടെ സാമ്പാറിന് കൊടുക്കും. അപ്പോൾ ഇതാണ് ആ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ 2-3 ടേബിൾ സ്പൂൺ തേങ്ങ അരച്ചെടുത്തിട്ടുള്ളതാണ്. തേങ്ങ അരച്ചതും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. സാധാരണ നമ്മൾ സാമ്പാറിൽ പച്ചത്തേങ്ങ അരയ്ക്കാറില്ല, തേങ്ങ വറുത്തിട്ട് ചില സ്ഥലങ്ങളിൽ അരയ്ക്കാറുണ്ട്. പക്ഷേ പച്ചത്തേങ്ങ ഇതുപോലെ അരച്ചെടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ടേസ്റ്റൊന്നും വരില്ല. പക്ഷേ സാമ്പാർ നല്ല ടെക്സ്ചറിലും അതുപോലെ തന്നെ വളരെ ടേസ്റ്റിലുമുള്ള സാമ്പാറായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളും എല്ലാം കൂടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന തുമരയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിപ്പോൾ കുറച്ച് കുറുകിയിട്ടാണുള്ളത്, അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കടുക് നിങ്ങൾക്ക് അവസാനം താളിച്ച് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് കിട്ടും. 2 പ്രാവശ്യം എണ്ണ എടുക്കേണ്ടതെന്ന് കരുതിയാണ് ഞാൻ അവിടെ തന്നെ കടുകിട്ട് പൊട്ടിച്ചു കൊടുത്തത്. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സാമ്പാർ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, പിന്നെ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കൂ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ ഇതുവരെ സാമ്പാർ ഉണ്ടാക്കിയിട്ട് മണവും രുചിയില്ല എന്ന് പറയുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെയൊക്കെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം. താങ്ക്